XUV700 ലോഞ്ച് ചെയ്ത സമയം മുതൽ മഹീന്ദ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫംഗ്ഷനാണ് ഹൈ ബീം അസിസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് എപ്പോൾ ഹൈ ബീം ഓൺ ചെയ്യണം, എപ്പോൾ ഓഫ് ചെയ്യണം എന്നുള്ള കാര്യം പലരും മറന്നുപോകും. ചില ആൾക്കാർ ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഹൈ ബീം ഇട്ട് അങ്ങനെ അങ്ങ് യൂസ് ചെയ്യും. ചില ആൾക്കാർക്ക് കൂടുതൽ വെട്ടം വരുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇത് യൂസ് ചെയ്യാം. എൻ്റെ ഈ KSEBിയുടെ ബില്ലൊന്നും ഈ പറയുന്ന ഹെഡ്ലൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ബില്ലൊന്നും വരത്തില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, കൂടുതൽ വെട്ടം കിട്ടുന്ന ലൈറ്റ് ഇട്ടിട്ട് അങ്ങനെ അങ്ങ് ഓടിക്കാം എന്ന് കരുതുന്ന ആൾക്കാരാണ് പലരും. ആക്ച്വലി ഈ ഹൈ ബീം ഇട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കും. പലർക്കും ബ്ലൈൻഡായി പോകും ഈ പറയുന്ന ഹൈ ബീമിൻ്റെ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുമ്പോഴത്തേക്കും. സോ അത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് ഡെഫിനറ്റ്ലി ലൈറ്റ് കുറവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഹൈ ബീം വേണം. ലൈറ്റ് കുറവ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ ലൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ലോ ബീം വേണം. ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഹൈ ബീം ഓട്ടോമാറ്റിക്കലി ഓൺ ആകണം. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഈ പറയുന്ന ഹൈ ബീം അസിസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് ഈ നമ്മളുടെ കോമ്പിനേഷൻ സ്വിച്ചിൽ കാണുന്ന ഓട്ടോ എന്ന് പറയുന്ന ഇതിലേക്ക് സ്വിച്ച് ചെയ്യുക. ഓട്ടോയിൽ സ്വിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്ലസ്റ്ററിൽ കാണിക്കും ഓട്ടോ ലൈറ്റ്സ് ഓൺ എന്ന് കാണിക്കും. ഓട്ടോ ലൈറ്റ്സ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്ലസ്റ്ററിൽ നിങ്ങൾക്ക് കാണാം ലോയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ലോ തന്നെ വർക്ക് ചെയ്യും. നമുക്ക് ഹൈ വേണം നിർബന്ധമുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നേരെ ഹൈയിലേക്ക് സ്വിച്ച് ചെയ്യുക. ഹൈയിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലസ്റ്ററിൽ കാണാം ഓട്ടോ ഹൈ ബീം. ഹൈ ബീമിൻ്റെ സിഗ്നലിൻ്റെ താഴെ ഒരു ഓട്ടോയും വരും. അതിൻ്റെ താഴെ ഈ പറയുന്ന പോലെ ജസ്റ്റ് ഹൈ ബീം ഒന്ന് ഓണായിട്ട് ഓഫായി പോവുകയും ചെയ്യും. ഇനി നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൺ കമ്മിങ് വെഹിക്കിൾസിൻ്റെ ലൈറ്റോ സ്ട്രീറ്റ് ലൈറ്റുകളോ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഹൈ ബീം ആക്ടിവേറ്റ് ആകും. അത് അല്ലാത്ത സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക്കലി ലോ ബീമിലേക്ക് സ്വിച്ച് ചെയ്യും. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹൈ ബീം അസിസ്റ്റ് ഓട്ടോമാറ്റിക് ഓൺ ആയി. കാരണം ഇവിടെ വേറെ സ്ട്രീറ്റ് ലൈറ്റുകളോ ഓൺ കമ്മിങ് വെഹിക്കിൾസോ ഒന്നുമില്ല. നിങ്ങൾക്ക് കാണാം ഓട്ടോ ഹൈ ബീം അസിസ്റ്റിലാണ് നിൽക്കുന്നത്. ഹൈ ബീം ഓണാണ്, ഓട്ടോ ഹൈ ബീം ഓണാണ്. ഇതാണ് റോഡ്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല, ഓൺ കമ്മിങ് വെഹിക്കിൾസ് ഇല്ല. ഇനി ഒരു വാഹനം ആ റൈറ്റ് സൈഡിലൂടെ വരുന്നുണ്ട്. ആ വാഹനത്തിൻ്റെ ലൈറ്റ് ഇതിൻ്റെ ലൈറ്റ് സെൻസറിലേക്ക് അടിക്കുമ്പോൾ നമ്മളുടെ സ്വിച്ചായി ഓട്ടോമാറ്റിക്കലി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വീണ്ടും അത് തിരിച്ച് ഹൈയിലേക്ക് വന്നു. അടുത്ത വാഹനം വരുന്നുണ്ട്. ലെറ്റ്സ് സീ വെദർ ഇറ്റ് ഈസ് വർക്കിംഗ് ഓർ നോട്ട്. ഇപ്പോൾ ഹൈ ആണുള്ളത്. എതിരെ വരുന്ന വാഹനത്തിൻ്റെ വെട്ടം അടിച്ചപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോയിലേക്ക് സ്വിച്ച് ചെയ്തു. നൗ ഇറ്റ് ഈസ് ഇൻ ലോ. In 2 kilometer, turn slightly left. വേറെയും വാഹനങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് അത് കണ്ടിന്യൂസ്ലി ലോയിലാണ് നിൽക്കുന്നത്. ആ വാഹനങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാം ഹൈ ബീം സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് വാട്ട് ഹൈ ബീം അസിസ്റ്റ്. കൂൾ ഫീച്ചറാണ് അല്ലേ? നിങ്ങളുടെ ഫീഡ്ബാക്ക് കൊടുക്കുക.